ഹലോ ചങ്ങായിമാരെ, ഡ്രാഗൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അങ്ങനെ ഇന്നലെ റിലീസായ സോണി ലൈവിൽ കൂടെ റിലീസായ പ്രാവിൻകുടി ഷാപ്പ് കണ്ടിരിക്കുകയാണ്. ഇത് തിയേറ്ററിൽ കാണാമായിരുന്നു. നിർഭാഗ്യവശാൽ എനിക്ക് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇതിൻ്റെ OTTക്ക് വേണ്ടി ഭയങ്കര കാത്തിരിപ്പായിരുന്നു. കാത്തിരിപ്പിന് വിരാമം കുറിച്ച് ഇതാ ഞാൻ സിനിമ കണ്ടിരിക്കുകയാണ്. സിനിമ ഒറ്റ വാക്കിൽ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു ഡീസൻറ്റ് സിനിമ. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ കാരണം കുറേ കാത്തിരുന്നതായിരുന്നു. എനിക്ക് തിയേറ്ററിൽ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. അതുകൊണ്ട് ഇത് കുറേ കാത്തിരുന്നതായിരുന്നു OTT വന്ന് കാണാൻ വേണ്ടി. അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവർ പറയുന്നോട്ട് നെഗറ്റീവ് ഒന്നും പറയില്ല. എനിക്കിഷ്ടപ്പെട്ട സിനിമ, ഒരു ഡീസൻറ്റ് സിനിമ, കണ്ടിരിക്കാം. നല്ല ട്വിസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഈ സിനിമേൻ്റെ ഇതിനകത്ത് 3 പേരുടെ പേരെടുത്ത് പറയണം. ഒന്ന്, ഈ സിനിമേൻ്റെ ഡയറക്ടർ ശ്രീരാജ് ശ്രീനിവാസൻ. പുള്ളി ഇതിനു മുന്നേ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, തുമ്പ എന്നെങ്ങാണ്ട് പറയണത്. കിടിലൻ സാധനമായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്. കിടിലമായിട്ടുണ്ട് ആ ഒരു ഡയറക്ഷനായാൽ. അടുത്ത രണ്ടാമത്തെ എഡിറ്റർ ഷെഫീഖ് മുഹമ്മദ്, പൊളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കട്ടിങ്ങിന് പറഞ്ഞാൽ അമ്മാതിരിയായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണേ. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി, എന്തൊരു ഫ്രെയിമാണോ ഷൈജു ഖാലിദിൻ്റെ. കിട്ടില്ല സിനിമാറ്റോഗ്രാഫി, ഹോളിവുഡ് ലെവല്. പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ പിന്നെ പറയണ്ട, അൻവർ റഷീദ് പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് ഒന്നും പറയണ്ട, ഒരു കോംപ്രമൈസും അൻവർ റഷീദ് ചെയ്തിട്ടില്ല പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ. പിന്നെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, എല്ലാവരും നല്ലോണം ചെയ്തിട്ടുണ്ട്. ബേസിലുണ്ട്, സൗബിനുണ്ട്, ചെമ്പനുണ്ട്, വേറെ കുറേ പേരുണ്ട്. എനിക്കിതിനകത്ത് ഇഷ്ടപ്പെട്ടത് സൗബിൻ്റെ പെർഫോമൻസാണ്. ബേസിൽ കുഴപ്പമില്ല, പിന്നെ ചെമ്പനും കുഴപ്പമില്ലായിരുന്നു. പിന്നെ സിനിമയുടെ സ്റ്റോറി ലൈൻ നോക്കുവാണെങ്കിൽ വലിയ പുതുമയുള്ള സ്റ്റോറി ലൈനൊന്നുമില്ല. പക്ഷേ നമ്മൾ വരെ ഇതിനകത്ത് മലയാളത്തിൽ കാണാത്തൊരു സ്റ്റോറി ലൈനാണ്. നമ്മൾ ഇന്ത്യയിൽ ഇത് കുറേ കണ്ടിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പക്കൊരു ഡാർക്ക് ഹ്യൂമർ സാധനം. ഞാൻ പറയില്ലേ, ഡാർക്ക് ഹ്യൂമർ ഇഷ്ടമുള്ളവർക്ക് ഇത് കണ്ടാൽ നല്ലോണം ഇഷ്ടപ്പെടും. അല്ലാത്ത നോർമൽ ഓഡിയൻസിനൊക്കെ ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, കാരണം ഇതങ്ങനെയുള്ള ഒരു സിനിമയാണ്, കട്ട ഡാർക്ക് ഹ്യൂമറാണ്. പിന്നെ ഈ സിനിമേൻ്റെ ഫസ്റ്റ് ഹാഫ് നോക്കുവാണെങ്കിൽ കിട്ടിൽ എൻഗേജിങ് ആയിട്ട് അവരെടുത്തിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എനിക്ക് നല്ല ലാഗ് അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ നല്ല പ്രെഡിക്റ്റബിൾ ആയിരുന്നു. കാരണം ആയിരുന്നത് ഒരു അത്യാവശ്യം നല്ല സിനിമയൊക്കെ കാണുന്നവരാണെങ്കിൽ അത് നല്ലോണം പ്രെഡിക്റ്റ് ചെയ്യും. പിന്നെ BGMഉം മ്യൂസിക്കൊക്കെ ഈ സിനിമയ്ക്ക് അനുസരിച്ചുള്ള മ്യൂസിക്കൊക്കെയാണ്, കൊള്ളാം. എന്തായാലും നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ലെന്ന് കമൻറ്റ് ചെയ്യുക.